ഞാൻ സന്ദർശിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ച് വളരെ വലിയ തിരക്കുള്ള ഒരു സ്ഥലമാണ് പാരീസ്. ഫ്രാൻസിൻ്റെ തലസ്ഥാനമായിട്ട് പാരീസ്. അപ്പോൾ അവിടെ പാരീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത് വളരെ ദൂരെ നിന്നേ നമുക്ക് കാണാം. കാരണം പാരീസിൻ്റെ മുഖമുദ്ര തന്നെയാണ് ഈഫൽ ടവർ. ഈഫൽ ടവർ കണ്ടു. എനിക്ക് അതിൽ വലിയൊരു പ്രത്യേകതയൊന്നും തോന്നിയിട്ടില്ല. ഒരു ഇരുമ്പ് കൂടാരം എന്നുള്ളതല്ലാതെ എനിക്കതിനകത്ത് വേറെ ഒരു പ്രത്യേകതയൊന്നും തോന്നിയിട്ടില്ല. അത്ര വലിയൊരു സ്ട്രക്ചറാണ്, അത്രയേ ഉള്ളൂ. ഒരുപാട് വലിയ സ്ഥലത്താണ്, നമ്മൾ ഉദ്ദേശിക്കുന്നതും കൂടുതൽ അതിൻ്റെ താഴ്വശം അത്രയും വലിപ്പമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അന്ന് കാണാൻ പോയത്, അപ്പോൾ ഞാനും വൈഫും എൻ്റെ ഒരു 2-3 സുഹൃത്തുക്കളും ഉണ്ട്. ഞങ്ങൾ പിന്നെ പോയത് ലൗറേ മ്യൂസിയം കാണാനാണ്. അതിന് ലൂറേ എന്നൊക്കെ എഴുതും, പക്ഷേ ലൗറേ എന്നാണ്, LOVRE എന്നാണ് അത് ഉച്ചരിക്കുന്നത്. ലൗറേ മ്യൂസിയം എന്നാണ്, ലൂറേ എന്നല്ല പറയുന്നത്. ലൂറേ എന്നൊക്കെ ചിലർ പറയാറുണ്ട്, പക്ഷേ ലൗറേ മ്യൂസിയം ആണ്. അത് ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയമാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയമാണത് കേട്ടോ. അത് ഏതാണ്ട് അതിൻ്റെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 63,000 സ്ക്വയർ മീറ്ററാണ് അതിൻ്റെ അളവ് അകത്ത്. ഞങ്ങൾ രാവിലെ മുതൽ കയറി അതിനകത്ത് കേട്ടോ. കയറിക്കഴിഞ്ഞപ്പോൾ അതിനകത്തെ കാഴ്ചകൾ നമുക്കവിടെ കാണാനുള്ളത് ഏതാണ്ട് ലക്ഷക്കണക്കിന് വസ്തുക്കൾ അതിനകത്തുണ്ടെങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ നമ്മളെ അവർ കയറ്റാറില്ല. ജനങ്ങൾക്ക് ദൃശ്യമായിട്ട് ഉള്ളതെന്ന് പറയുന്നത് ആഭരണങ്ങളും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളാണ്, ജീവിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ. അത് ഓരോ പടങ്ങൾ ഭിത്തിയിൽ ഇരിക്കുന്നത് പെയിൻറ്റിങ്സ് കാണുമ്പോൾ മുതൽ അത് ഒരറ്റം മുതൽ കണ്ട് അങ്ങോട്ട് പോകണം. എന്നിട്ട് തിരിച്ച് ഇപ്പുറത്തെ അറ്റത്തുനിന്ന് വീണ്ടും മറ്റേ എതിർവശം വീണ്ടും കാണണം. ആ രീതിയിൽ ഇത് കണ്ട് തീർക്കാനുണ്ടല്ലോ ഒരു ദിവസം വേണം. ഞങ്ങൾ അന്ന് നടന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 24 കിലോമീറ്ററാണ് ഞങ്ങൾ അന്ന് ദിവസം നടന്നത്. രാവിലെ അതിനകത്ത് ഇത് തുറന്നപ്പോൾ തന്നെ ആദ്യം തന്നെ പോയി വലിയ ക്യൂ ആണ്. ടിക്കറ്റ് എടുത്തു, ഞങ്ങൾ ക്യൂ നിന്ന് കയറി. ശരിയായ ശരീര പരിശോധനയൊക്കെ കഴിഞ്ഞിട്ടാണ് അതിനകത്ത് കയറ്റുന്നത്. നമ്മുടെ ബാഗ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അതിലേക്ക് കൊണ്ടുപോകാൻ പെർമിറ്റ് ചെയ്യത്തില്ല. പിന്നെ ഉണ്ടെങ്കിൽ തന്നെയും ചെറിയ ബാഗൊക്കെ ആണെങ്കിൽ സ്ത്രീകൾക്ക് കൈവശം വെക്കാവുന്നത്. അത് അവർ സ്കാൻ ചെയ്ത് നോക്കി അതിന് ശേഷമേ അതിനകത്ത് കയറ്റി വിടുകയുള്ളൂ. നമുക്ക് വെള്ളമൊന്നും അതിനകത്ത് കൊണ്ട് കയറാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇത് അതും കഴിഞ്ഞ്, അതുകൊണ്ട് ആദ്യം ഞങ്ങൾക്ക് കയറാൻ പറ്റിയതുകൊണ്ട് മുഴുവൻ കാണാൻ പറ്റി. അതിനകത്ത് ഏറ്റവും ആകർഷണം അതിലുള്ളതെന്ന് പറഞ്ഞത് ഡാവിഞ്ചിയുടെ ലിയനാർഡോ ഡാവിഞ്ചിയുടെ മോണോലിസ എന്ന് പറയുന്ന ചിത്രമാണ്. ഒരു ചെറിയ പുഞ്ചിരിയോടെ, എന്നാൽ ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇല്ല, പുഞ്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ ആ മുഖത്ത് നിന്ന് ആ പുഞ്ചിരി വായിച്ചെടുക്കത്തക്കവണ്ണമുള്ള ഒരു വശ്യമായ പുഞ്ചിരിയോടിക്കുന്നുള്ളൊരു പടം. അത് ഇപ്പം വളരെ ഹൈ സെക്യൂരിറ്റിയിൽ അത് കീപ്പ് ചെയ്തേക്കുന്നത് കേട്ടോ. അത് ബുള്ളറ്റ് പ്രൂഫായിട്ടുള്ള ഗ്ലാസ്സും ഒക്കെ ഇട്ട് അതിനകത്താണ് വെച്ചേക്കുന്നത്. അവിടേക്കുള്ള പ്രത്യേക ഒരു പ്രവേശനമാണ് അതിനകത്ത്. ഒരറ്റത്ത് അവിടെ ഭയങ്കര തിരക്കാണ്. ഏതായാലും ഞാനത് പോയി നിന്നു കണ്ടു. നമ്മൾ കുറച്ച് സമയം നമ്മളെ കാണിക്കുള്ളത്. പോയി നിന്നു കണ്ടു, പടമൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരറ്റം മുതൽ അങ്ങോട്ട് പോകുമ്പോഴുള്ള പടങ്ങൾ കാണുക എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല, ഇത്രയും മെഴുവൊറ്റ പെയിൻറ്റിങ് നമുക്ക് കാണാൻ കിട്ടത്തില്ല. ആ പെയിൻറ്റിങ് എന്ന് പറയുന്നത് നമുക്ക് ജീവിച്ചിരിക്കുന്ന ഒരു ഇതായിട്ട് എല്ലാം അത് 3 ഡയമെൻഷനിലായിട്ടൊക്കെ ഉള്ളതാണ് കൂടുതൽ പെയിൻറ്റിങ് അതിനകത്തിരിക്കുന്നത്. ആ രീതിയിൽ പണ്ട് പുരാതന കാലത്ത് വരച്ചേക്കുന്നതാണ്. ഇത്രയുമുള്ള ഒരു മ്യൂസിയമാണ്. ഒരറ്റത്തുനിന്ന് അങ്ങേയറ്റം വരെ നടന്ന് നമ്മൾ പോകണം തിരിച്ച്. അതേപോലെ മറുവശം കൂടെ കാണാനായിട്ടാണെങ്കിൽ ഒരുപാടുണ്ട്. അത് ഓരോ വലിയ ഹാളുകളായിട്ടാണ് വീതിച്ചാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം പോയി ഇത് മുഴുവൻ കണ്ടിട്ട് മോണോലിസയുടെ പെയിൻറ്റിങ് കണ്ടു. അപ്പോൾ ഈ മോണോലിസയുടെ പെയിൻറ്റിങ്ങിന് ഇപ്പോൾ ഇത്രത്തോളം അവർ ഈ ഒരു കാവൽ ഏർപ്പെടുത്തിയേക്കുന്നതിൻ്റെ കാരണമുണ്ടത് 1911 ഇതൊരുത്തം മോഷിച്ചുകൊണ്ട് പോയി ഈ പെയിൻറ്റിങ്. അതായത് ലൗറേ മ്യൂസിയത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് മോണോലിസ ആണ്. അതിനെ ആ പെയിൻറ്റിങ് ഒരുത്തം മോഷിച്ചുകൊണ്ട് പോയി. അവിടുത്തെ ഒരു മുൻ ജീവനക്കാരനാണ് ഈ മ്യൂസിയത്തിലെ. അതിന് ഒരു ദിവസം മുഴുവൻ ഒരു അലമാരയ്ക്കകത്ത് കയറി ഒളിച്ചിരുന്നിട്ടാണ് ഇത് മോഷിച്ചുകൊണ്ട് പോകുന്നത്. മോഷിച്ചുകൊണ്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ 2 വർഷത്തിന് ശേഷം ഇത്
ഇവനെ ഫ്ലോറൻസിലുള്ള ഒരു ഇതുപോലെ ഈ പഴയ പുരാവസ്തുക്കൾ വാങ്ങുന്ന ഒരു വ്യാപാരിക്ക് വിൽക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടുവന്ന്. അപ്പോൾ പിടിയിലായി. അങ്ങനെയാണ് ഈ 2 വർഷം കഴിഞ്ഞ് ഈ പെയിൻറ്റിങ് തിരികെ കിട്ടി. തിരിച്ച് പിന്നെ വീണ്ടും അത് ഇവിടെ പുനഃസ്ഥാപിച്ചു. അങ്ങനെ അതിനിപ്പോൾ വളരെ വലിയ കാവലുമൊക്കെയാണ്. അതൊരു പ്രത്യേക ഏരിയയിലാണ്. അവിടെ വലിയ തിരക്കുമാണ്. കാരണം ഇത് കാണാനാണ് അവിടെ വരുന്ന ആളുകൾ മുഴുവൻ വരുന്നത്. ഒറിജിനൽ പെയിൻറ്റിങ് അവിടെ ഇരിക്കുകയാണ്. മൊണാലിസയുടെ അല്ലാത്ത കോപ്പിയൊക്കെ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ പെയിൻറ്റിങ് എന്ന് പറയുന്നത് അത് കാണേണ്ടതിനാണ്. ഈ കോപ്പികളൊന്നും അല്ലെങ്കിൽ ഇതിൽ നിന്നെടുത്ത പടങ്ങളൊന്നും ഇതിനോടൊന്നും നമുക്കൊരിക്കലും താരതമ്യം ചെയ്യാൻ ഒക്കത്തില്ല. കാരണം അത്ര നല്ല പടങ്ങളാണ്. ഡാവിഞ്ചിയുടെ പടങ്ങളെന്ന് പറയുന്നത് മുഴുവൻ അങ്ങനെയാണ്. അപ്പോൾ നമ്മളത് ഇപ്പോൾ വത്തിക്കാനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മൈക്കൽ ആഞ്ചലോയും ഡാവിഞ്ചിയുടെയൊക്കെ പടങ്ങൾ അതൊക്കെ വരച്ചേക്കുന്നത് നമ്മൾ സിസ്റ്റൈൻ ചാപ്പലിലൊക്കെ ഉള്ളതൊന്ന് കാണേണ്ട കാഴ്ചയാണ് ഇതല്ല ഈ പെയിൻറ്റിങ്ങുകൾ. അപ്പോൾ ഇത് അന്ന് കണ്ടു. പക്ഷേ അവിടെ അന്ന് ഈ വളരെ അമൂല്യമായിട്ടുള്ള രത്നശേഖരങ്ങൾ, ഏതാണ്ട് നെപ്പോളിയൻ ബോണപ്പാർട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉപയോഗിച്ചിരുന്ന കിരീടം, അത് ആ കിരീടത്തിനകത്ത് ഏതാണ്ട് 1580 രത്നങ്ങളാണ് പതിച്ചേക്കുന്നത് കേട്ടോ, ഡയമണ്ട്. അത് കൂടാതെ മരതക കല്ലുകൾ ഉണ്ട്, ധാരാളം ഉണ്ട്. ഏതാണ്ട് 100-400 മരതക കല്ലുകളുണ്ട്. ഇതാണ് ആ കിരീടത്തിലുള്ളത്. ഈ കിരീടം അതുപോലെ തന്നെ ഈ രത്നം പതിച്ചിട്ടുള്ള ആഭരണങ്ങൾ, ഇതിനെയൊന്നും വില മതിക്കാൻ പോലും ഒക്കത്തില്ല. ഈ കിരീടം എന്നൊക്കെ പറയുന്നത് 100 കണക്കിന് കോടികൾ വില മതിക്കുന്നതാണ്. ഇത് വിലയുള്ളതാണ്. കാരണം ഇത്രത്തോളം രത്നങ്ങൾ മാത്രം, വലിയ ഡയമണ്ട്സ് അതിലുള്ളപ്പോൾ അതിൻ്റെ വിലയെന്നൊക്കെ പറയുന്നത് നമുക്ക് കണക്ക് കൂട്ടാൻ പോലും പറ്റത്തില്ല. ആ രീതിയിലുള്ള അത്രത്തോളം വിലയേറിയ വസ്തുവാണ്. അപ്പോൾ ഇത് അവിടെ അത്രയും ഹൈ സെക്യൂരിറ്റിയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ എളുപ്പമൊന്നും ഒരുത്തിന് കയറി അതിൽ നിന്നൊന്നും ഇറങ്ങി എടുത്തുകൊണ്ടൊന്നും പോകാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഇത് വളരെ റിസർച്ച് ചെയ്ത് ഇന്നത്തെ കള്ളന്മാരെന്ന് പറയുന്നത് പഴയതുപോലല്ല. അവർ വന്നിട്ട് ഒരു മെക്കാനിക്കൽ ഏണിയുണ്ടല്ലോ നമ്മുടെ, അത് ഈ വണ്ടിയിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ട്രക്കിനകത്ത് കൊണ്ടുവന്ന് ഒരു സൈഡിലോട്ട് ഇതിൻ്റെ നിർത്തിയിട്ട് ആ എലിവേറ്റർ പോലെ ആ ഏണി അങ്ങോട്ട് പൊക്കി 2 അതിൻ്റെ വലിയ ഉയരമാണ്. 2 നില ഇതുണ്ടെങ്കിൽ പോലും, കെട്ടിടമുണ്ടെങ്കിലും അതിനകത്ത് അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഏതാണ്ട് നമ്മുടെ ഈ തട്ട് വലിയ ഉയരമാണ്. നമ്മൾ സാധാരണ നമ്മുടെ വീടിനൊന്നും ഉള്ള ഉയരമല്ല, വലിയ ഉയരത്തിലാണ് ഇതിൻ്റെ തട്ട്. അതിൻ്റെ 2ാം നിലയുടെ ബാൽക്കണിയിലെ ഉമ്മാർ കയറി, ഈ ഏണിയിലൂടെ കൊണ്ടുവന്ന് കയറിയിട്ട് അവിടുന്ന് നേരെ ഇതിനകത്തോട്ട് കയറാം. ബാൽക്കണിക്കകത്തുനിന്ന് വന്നിട്ട് ഇതിൻ്റെ ചില്ലുടച്ചിട്ട്, അതായത് ചില്ല് തകർത്തു, അത് ഡ്രിൽ ചെയ്ത് അത് തകർത്തതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഈ കിരീടവും ഈ ആഭരണങ്ങളും എല്ലാം കൂടെ എടുത്തു കേട്ടോ. ഏതാണ്ട് ഒരുപാട് അത്രത്തോളം കോടികൾ, ആയിരക്കണക്കിന് കോടികൾ വില വരുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ എടുത്തിട്ട് വെറും 7 മിനിറ്റ് കൊണ്ടാണ് ഇതെടുത്തിട്ട് ഇറങ്ങി ഇവന്മാർ ഒരു ബൈക്കിനകത്ത് കയറി അങ്ങ് പോയി. മുഖംമൂടി ധരിച്ചുകൊണ്ടാണ് വന്നേക്കുന്നത്. ആരെയൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല, ആ രീതിയിലാണ്. പക്ഷെ പിടിക്കാൻ പറ്റും. കാരണം ഈ എസ്കലേറ്റർ, ഈ ഏണി കൊണ്ടുവന്നില്ലേ, ആ ഗോവേണി കൊണ്ടുവന്ന അവരെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ പറ്റിയേക്കും പിടിക്കാൻ. എന്നാലും അത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, എന്തെങ്കിലും മെക്കാനിക്കൽ പണിക്ക് വന്നാണെന്നെങ്ങനെ പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ കൊണ്ടുവന്നതാണോ എന്നുള്ളതൊന്നും അറിയില്ല. ഏതായാലും ശരി, ഇതും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഇതൊരു പഴയ കൊട്ടാരമായിരുന്നു കേട്ടോ, ഇതൊരു രാജകൊട്ടാരമായിരുന്നു ഈ പറയുന്ന ലൗറെ മ്യൂസിയം. അത് പിന്നെ രാജാവ് ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാണ് ഇത് മ്യൂസിയമായിട്ട് മാറ്റിയത്. ഏതാണ്ട് 232 വർഷം കൊണ്ടത് മ്യൂസിയമാണ്. അത്രയും പാരമ്പര്യമുള്ള ഒരു മ്യൂസിയമാണ്. നമ്മളതാ ലോകത്ത് നമ്മൾ കാണാൻ നമുക്ക് കിട്ടാത്ത ഒരു കാര്യമാണ്, ഇത് കാണേണ്ടതാണ്. പോകുന്നവർ പാരീസിൽ ആര് പോയാലും നിർബന്ധമായിട്ട് ലൗറെ മ്യൂസിയം കാണണം. ലൗറെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ പാരീസിൽ പോയതിന് അർത്ഥമില്ല എന്ന് അടിച്ചാൽ മതി. പിന്നെ ഈ കിരീടം ഏതായാലും ഈ കൊട്ടാരത്തിന്, അതായത് ഈ ലൗറെ മ്യൂസിയത്തിൻ്റെ പരിസരത്ത് നിന്ന് കണ്ടുകിട്ടി. അതെന്താ കളഞ്ഞിട്ട് പോകാൻ കാര്യമെന്ന് എനിക്കറിയില്ല. ഇനി ഇത് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെയാണോ എന്നറിയില്ല. ഏതായാലും അത് കളഞ്ഞിട്ട് പോയി അവന്മാർ. അത് കിട്ടിയിട്ടുണ്ട്. അത് തിരികെ കിട്ടിയത് തന്നെ വലിയ കാര്യം. കാരണം ഇത്രയും വിലമതിക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് ആ കിരീടം. അതേതായാലും തിരികെ കിട്ടി. പക്ഷേ മറ്റ് ആഭരണങ്ങൾ മുഴുവൻ അത് ബാക്കിയുള്ളത് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഈ കള്ളന്മാർ കൊണ്ടുപോയി. അത് അവരെ എങ്ങനെയായാലും ശരി അവർ പിടിക്കപ്പെടും എന്ന് തന്നെ നമുക്ക് കരുതാം. കാരണം അവിടെ മിക്കവാറും
CCTV ഒന്നും ആയാലും നോക്കിയാലും കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ഈ മോട്ടോർ ബൈക്കുകൾ യഥാർത്ഥത്തിൽ അവിടെ എല്ലാം കുറവാണ്. നമ്മുടെ ഈ രാജ്യത്തുള്ളതുപോലെ ഈ നാട്ടിലുള്ള പോലെ മോട്ടോർ സൈക്കിളുകളുണ്ടല്ലോ, എങ്ങും കാണാൻ കിട്ടത്തില്ല. പിന്നെ ഞാൻ കുറച്ച് കണ്ടേക്കുന്നത് മലേഷ്യയിൽ കണ്ടിട്ടുണ്ട്. കോലാലംപൂരിലേക്ക് പോകുമ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നമ്മളൊന്നും പോകുമ്പോൾ ഈ ലൈറ്റിട്ട മോട്ടോർ ബൈക്കുകൾ ധാരാളം വരുന്നത് കാണാം. അവിടെയുണ്ട്, ശ്രീലങ്കയിലുണ്ട്. എന്നാലും ഈ നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ ഉള്ളതുപോലെ ഉള്ള അത്രത്തോളം എണ്ണം മോട്ടോർ ബൈക്ക് ഈ ലോകത്ത് ഞാൻ ഒരിടത്ത് കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് യൂറോപ്പിൽ വളരെ കുറവാണ്. അമേരിക്കയിൽ ഇല്ലെന്ന് തന്നെ പറയാം, വളരെ കുറവാണ് മോട്ടോർ ബൈക്ക്. പക്ഷേ ഇവിടെ ഏതായാലും ഇതിൽ പാഞ്ഞു പോയതാണ്. യവന്മാരെ അത് വെച്ച് എങ്ങനെയെങ്കിലും പിടിക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. കാരണം ഇത്രയും വലിയ ചരിത്രം സൃഷ്ടിച്ച, അതായത് ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന ഇത്തരം സാധനങ്ങളൊക്കെ വളരെ അമൂല്യങ്ങളാണ്. അത് തിരിച്ചെടുത്താൽ ആ മ്യൂസിയത്തിന് അത്രത്തോളം നല്ലതാണ്. ഏതായാലും ആ മ്യൂസിയം ഒരിക്കലും അടയ്ക്കാറില്ല. പക്ഷേ അന്ന് ആ മ്യൂസിയം ക്ലോസ് ചെയ്തു, ഞായറാഴ്ച. അത് ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വന്നത് ഇമോഷണം കാരണമാണ്. ഏതായാലും അത് തിരിച്ചു കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.